കാറിൽ നിന്നും റോസിയമ്മ ഇറങ്ങി. റോസിയമ്മയെ കണ്ടതും ആവണി കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എൻ്റെ മോളെ, മെല്ലെ വന്നേ, നീ ഓടല്ലേ, റോസിയമ്മ ആവണിയോട് വിളിച്ചു പറഞ്ഞു. ആവണി കാറിൻ്റെ അടുത്തേക്ക് എത്തി. റോസിയമ്മയെ, എങ്ങനെയാ സാറുടെ കാറിൽ? അവള് അതിശയത്തോടെ റോസിയമ്മയോട് ചോദിച്ചു. അത് ഞാൻ മഠത്തിൽ പോയിട്ട് റോസിയമ്മയെ വിളിച്ചിട്ട് വന്നതാ. തനിക്ക് വയ്യല്ലോ, ഞാൻ എങ്ങനെയാടോ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുക? അങ്ങനെ പോയാൽ തന്നെ എനിക്ക് അവിടെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സമാധാനമൊക്കെ വേണ്ടേ, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മഠത്തിൽ പോയിട്ട് റോസിയമ്മയെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. തനിക്കപ്പോൾ ഒരു കൂട്ടാവല്ലോ, ഡേവിഡ് പറഞ്ഞു. ഈ സാറുടെ ഒരു കാര്യം വെറുതെ റോസിയമ്മയെ ബുദ്ധിമുട്ടിച്ചു. അയ്യോടി, എനിക്കെന്ത് ബുദ്ധിമുട്ട്? കുഞ്ഞുനാളിലും നിന്നെ ഞാൻ തന്നെയല്ലേ നോക്കിയത്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നോക്കിയാലും എന്താ, റോസിയമ്മ ആവണിയോട് ചോദിച്ചു. അതല്ല റോസിയമ്മ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞേ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിനക്കൊരു കാര്യം അറിയോ, അമ്മമാർക്കേ എന്നും മക്കളെ കുട്ടികൾ തന്നെയാ, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം നിന്നെ. അതല്ല അമ്മച്ചി പറഞ്ഞേ, അമ്മച്ചി വന്ന മഠത്തിലെ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവില്ലേ? അവിടെ ഇപ്പോൾ തന്നെ വേണ്ടത്ര സ്റ്റാഫുകളൊന്നുമില്ലല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. മോള് പറഞ്ഞത് ശരിയാ, പക്ഷേ 2-3 ദിവസത്തേക്കല്ലേ, അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. എന്നാൽ ശരി അമ്മച്ചി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഡേവിഡ് പുറപ്പെടാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. ഇയാൾക്ക് മരുന്നും ഫുഡും കഴിക്കാൻ ഇത്തിരി മടിയും കുറുമ്പുകളൊക്കെ ഉണ്ട്, പറഞ്ഞാലേ കേൾക്കൂല. അങ്ങനെ കേൾക്കാത്ത വല്ല കുരുത്തക്കേടും കാണിക്കുകയാണെങ്കിലേ റോസിയമ്മ എന്നെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എത്തിക്കോളാം, ഡേവിഡ് ആവണയെ നോക്കി പറഞ്ഞു. എന്നിട്ട് റോസിയമ്മയോട് പോവാ പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ചു ഡേവിഡ്. അതിനുശേഷം കണ്ണുകൾ കൊണ്ട് മറ്റൊരാളോടും കൂടി യാത്ര ചോദിക്കുന്നുണ്ടായിരുന്നു, ആവണിയോട് തന്നെ. ആവണി അതിന് മറുപടി എന്ന വണ്ണം അവളുടെ മുഖത്ത് ഒരു മനോഹരമായിട്ടൊരു ചിരിയും വിടർന്നു. ഈ യാത്ര പറയലും യാത്ര ആക്കലും എല്ലാം നമ്മുടെ റോസിയമ്മ ശ്രദ്ധിച്ചു കേട്ടോ. റോസിയമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ കാണാമായിരുന്നു, എന്തുകൊണ്ടോ. എന്നാൽ ആ ടെൻഷൻ അപ്പോഴൊന്നും അമ്മ ആവണിയോട് കാണിച്ചില്ല. റോസിയമ്മയും ആവണിയും കൂടി ഉള്ളിലേക്ക് കയറിപ്പോയി. മോളെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, മാറിയോ, റോസിയമ്മ അവളെ തൊട്ടുകൊണ്ട് ചോദിച്ചു. മാറിയമ്മ, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പനിയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഡേവിഡ് സാർ ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഒരു ദിവസം അവിടെ കിടത്തി. ഇപ്പോൾ അമ്മയെ വിളിച്ചു വരുത്തി, ആവണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു റോസിയമ്മയോട്. ഡേവിഡിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ചിരി വരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ റോസിയമ്മയുടെ ഉള്ളിലുള്ള ടെൻഷൻ ഒന്നും കൂടി കൂടി. അപ്പോൾ മോളെ, ഇന്നലെ ഡേവിഡ് മോനാണോ മോൾക്ക് കൂട്ടിരുന്നത്, റോസിയമ്മ ആവണിയോട് ചോദിച്ചു. അതെ അമ്മ, സാറാ കൂട്ടിരുന്നേ, രാത്രി മുഴുവനും ഒരു കൺപോള പോലും അടയ്ക്കാതെ എനിക്ക് വേണ്ടി കൂട്ടിയിരുന്നു, പാവം, ആവണി പറഞ്ഞു. അവൾ പറയുമ്പോഴെല്ലാം ഇന്നലത്തെ ദൃശ്യങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രതിഫലനം അവളുടെ മുഖത്തും കാണാമായിരുന്നു. ഒരു തരം സന്തോഷമായിരുന്നു അവൾക്ക് അതെല്ലാം പറയുമ്പോൾ. മോളെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തിനാ ഡേവിഡ് മോനെ ബുദ്ധിമുട്ടിച്ചത്, മോൾക്ക് മഠത്തിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, റോസിയമ്മ ആവണിയോട് ചോദിച്ചു. അതൊന്നും കാര്യമില്ലമ്മ, സാറിന് ഒരു ബുദ്ധിമുട്ടും ആയില്ല. ഞാൻ സാറോട് പോവാനൊക്കെ പറഞ്ഞതാ, പക്ഷെ ആരെ കേൾക്കാൻ, സാറ് പോവണ്ടേ. ഇപ്പോൾ തന്നെ ഞാൻ ഉന്തിത്തള്ളിയിട്ടാണ് സാറെ ഓഫീസിലേക്ക് വിട്ടത്, ആവണി ചിരിച്ചുകൊണ്ട് റോസിയമ്മയോട് പറഞ്ഞു. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റോസിയമ്മ ഒരു മടിയോടെ അവളോട് ചോദിച്ചു. ഇതെന്താ റോസിയമ്മേ എന്നോട് അനുവാദമൊക്കെ ചോദിക്കുന്നേ? റോസിയമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഈ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ആവണി ചോദിച്ചു. മോളെ, അത് പിന്നെ ശരിക്കും ഡേവിഡ് സാറും മോളും തമ്മിൽ എന്താ ബന്ധം?
ഒരു കമ്പനി മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമാണെന്ന് ഈ പഴമക്കാരിക്ക് തോന്നുന്നില്ല നിങ്ങളെ കാണുമ്പോൾ. ആ തോന്നൽ തെറ്റല്ല എന്നാണ് എൻ്റെ ധാരണ. ആ, മോള് പറ ഈ അമ്മയോട്. മോൾക്കൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മൾ മാത്രമേ അറിയുള്ളൂ, റോസിയമ്മ ആവണിയോട് ചോദിച്ചു. റോസിയമ്മ ഇവിടെ പെട്ടെന്നുള്ള ഈ ചോദ്യം ആവണിക്ക് എന്താ പറയണ്ടേ എന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. അവൾക്ക് സത്യത്തിൽ എന്താ പറയണ്ടെന്ന് അറിഞ്ഞില്ല. ആവണി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാനും സാറും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താ ബന്ധമെന്ന് എനിക്കറിയില്ല അമ്മച്ചി. പക്ഷേ ഇതുവരെ എനിക്ക് ആരിൽ നിന്നും കിട്ടാത്ത ഒരു പ്രത്യേകതരം സ്നേഹവും കരുതലൊക്കെ സാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. സാറുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. സാറും അങ്ങനെ തന്നെയാ എന്നാ എൻ്റെ വിചാരം കേട്ടോ. ഈ ബന്ധത്തിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് ഇത്രത്തോളം സാറുമായി അടുത്തതെന്നും ആവണി റോസി അമ്മയോട് പറഞ്ഞു. മോളെ, ഡേവിഡ് നല്ല പയ്യനാ. എല്ലാവരോടും നന്നായി പെരുമാറാനും പൈസയുടെ ജാടയും ഒന്നുമില്ലാത്ത നല്ലൊരു മോൻ. മോൾക്ക് ഈ ബന്ധത്തിൻ്റെ പേരെന്തെന്ന് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ ഈ അമ്മയ്ക്ക് അറിയാം. ഇത് ഒരു പ്രണയത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ അത് ആദ്യഘട്ടം മാത്രമാണോ എന്നാണ് എനിക്ക് സംശയം. നിങ്ങളുടെ രണ്ടാളുടെയും പരസ്പരമുള്ള പെരുമാറ്റത്തിൽ നിന്നാണ് എൻ്റെ ഈ സംശയം ഉടലെടുത്തത്. മോളോട് മോളുടെ സ്വന്തം അമ്മ പറയുക എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. മോളൊന്നും വിചാരിക്കല്ലേ. മോൾക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രം അനുസരിച്ചാൽ മതി, റോസിയമ്മ പറയാൻ തുടങ്ങി. മോള് ഡേവിഡിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കണം. നമ്മളൊക്കെ ഇല്ലാത്തവരാ, അവർ പണക്കാരും. ആരുടെയും ഉള്ളു തുറന്ന് നോക്കാനൊന്നും നമുക്കാവില്ല. മോൾക്ക് തോന്നുന്ന ആ ഒരിഷ്ടം മോളോട് തിരിച്ചും തോന്നിയില്ലെങ്കിലോ അത് താങ്ങാൻ എന്തായാലും മോൾക്ക് കൊണ്ട് പറ്റില്ല. അത് ഈ റോസിയമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇത്തിരി അകലമൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. മോളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ അമ്മ പറയുന്നത്. എന്നാൽ ശരി, ഞാൻ മോൾക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് റോസിയമ്മ അടുക്കളയിലേക്ക് പോയി. റോസിയമ്മ പറഞ്ഞത് കേട്ടതും അവളുടെ സന്തോഷങ്ങളൊക്കെ എങ്ങോട്ടോ മാഞ്ഞുപോയി. അവളുടെ മുഖം ആകെ ഒന്നും വല്ലാണ്ടായിപ്പോയി. റോസിയമ്മ പറഞ്ഞതുപോലെ സാറിന് എന്നെ ശരിക്കും ഇഷ്ടമുണ്ടാവില്ലേ? പക്ഷെ സാർ ഇന്നലെ പറഞ്ഞതും എന്നോട് പെരുമാറിയതുമെല്ലാം സാറിന് എന്നോട് ഇഷ്ടമുള്ളതുപോലെ തന്നെയല്ലേ? ആ കണ്ണിൽ ഞാൻ കണ്ടതെല്ലാം നുണയായിരുന്നോ? അതോ ഞാൻ വിചാരിക്കുന്ന പോലെ ഒരിഷ്ടം സാറിന് എന്നോടില്ലേ? ഷെടാ, ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മാതാവേ? റോസിയമ്മ പറഞ്ഞതുപോലെ മോയിനി. റോസിയമ്മ പറഞ്ഞതുപോലെ സാറിൻ്റെ അടുത്ത് എനിക്ക് ഇനിയൊരു അകലം വിട്ടു നിൽക്കാൻ പറ്റുമോ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോസിയമ്മ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്തായാലും അത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഓരോ ആലോചനകൾ അവളെ വന്ന് മൂടി. അവൾക്ക് തല വെട്ടിപ്പൊളിക്കുന്ന പോലെ തോന്നി. അവൾ റൂമിലേക്ക് പോയി. റോസിയമ്മ വന്ന് നോക്കുമ്പോൾ കണ്ടത് തല തടവി കിടക്കുന്ന ആവണിയാണ്. എന്തു പറ്റി മോളെ? തലവേദന എടുക്കുന്നു റോസിയമ്മ. റോസിയമ്മ വന്ന് തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അവൾക്ക്. നല്ല ചൂടുണ്ടല്ലോ മോളെ. റോസിയമ്മ കഞ്ഞി കൊണ്ടുവരാം മോൾക്ക്, അത് കഴിച്ചിട്ട് കിടക്കാട്ടോ, റോസി ആവണിയോട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട റോസിയമ്മ, നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് കിടക്കട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒന്നും കഴിക്കാതെ കിടക്കട്ടെ എന്നോ? ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് റോസിയമ്മ അടുക്കളയിൽ പോയി കഞ്ഞി കൊണ്ടുവന്നു. എന്നിട്ട് റോസിയമ്മ ആ ഫുഡ് ആവണിയെ കൊണ്ട് കഴിപ്പിച്ചു. ഇനി മോള് കിടന്നു എന്ന് റോസിയമ്മ അവളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവളൊന്ന് ഉറങ്ങി എന്ന് തോന്നിയപ്പോൾ റോസിയമ്മ അവളുടെ തല മെല്ലെ തലോടി. എന്നിട്ട് നെറുകയിലൊരു ഉമ്മ കൊടുത്തിട്ട് റോസിയമ്മ മദറിനെ ഫോൺ വിളിക്കാനായി പുറത്തേക്ക് പോയി. അപ്പോഴാണ് പുറത്ത്
ഒരു കാറ് വന്ന് നിന്നത്. അതിൻ്റെ ഹോണറി സൗണ്ട് റോസിയെ കേട്ടു. ഇതാരാ? ഡേവിഡ് മോൻ വീണ്ടും വന്നു. ആവണി മോളെ കാണാൻ. റോസിയമ്മ ഫോൺ അവിടെ വെച്ച് ഡോർ തുറന്നു. ഉമ്മറത്ത് ഉണ്ടായിരുന്നത് മദറമ്മയും സാറാമ്മച്ചിയും അനുവും ആയിരുന്നു. ഓ, മദറായിരുന്നോ? ഞാൻ മദറിനെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, റോസി മദറിനോട് പറഞ്ഞു. ഇനി ഡേവിഡിൻ്റെ ആവണയുടെ ജീവിതത്തിൽ നിറയെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇന്ന് കുറച്ച് ഷോർട്ടാണ് വീഡിയോ. നാളെ മുതൽ ലോങ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.